കൊച്ചി കോന്തുരുത്തിയിൽ സ്ത്രീയെ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചു. സംഭവത്തിൽ വീട്ടുടമ ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കുറ്റസമ്മതം നടത്തി. ഹരിത കർമ്മസേന പ്രവർത്തകരാണ് മൃതദേഹം കണ്ടത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു. ജിജീഷ്, ഈ ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ, അതായത് കൊലപാതകമാണെന്ന് ഉറപ്പാണ്. കൃഷ്ണരാജ്, കൊലപാതകം എന്നത് ഉറപ്പിച്ചിരിക്കുന്നു. ജോർജ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ കൂടി ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ ഈ ഒരു മൃതദേഹം പുലർച്ചെ കണ്ടപ്പോൾ തന്നെ കൃത്യമായ സംശയങ്ങൾ ജോർജിലേക്ക് തന്നെയായിരുന്നു നീങ്ങിയിരുന്നത്. ജോർജിൻ്റെ വീട്ടിലേക്കുള്ള വഴിയുടെ അരികിലാണ്. മാത്രമല്ല, ഇയാൾ മദ്യലഹരിയിൽ ഈ ഒരു മൃതദേഹത്തിനടുത്ത് തന്നെ പുലർച്ചെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, തൊട്ടടുത്തുള്ള വീടുകളിലെ ആളുകളോടെല്ലാം, അയൽക്കാരോടെല്ലാം ചാക്ക് അന്വേഷിച്ച് നടക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതെല്ലാം വലിയ സംശയത്തിന് ഇട നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നതും ഒപ്പം തന്നെ ഇയാളെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തുകയും എല്ലാം തന്നെ ചെയ്തത്. ആ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ഇനി ഇതിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു പരിശോധന നടക്കണം. മാത്രമല്ല, ഇത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരുന്ന ഘട്ടത്തിലായിരിക്കും കൂടുതൽ വിശദമായ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ലഭിക്കുകയും ചെയ്യുക. പോലീസ് പ്രാഥമികമായി തന്നെ ജോർജിനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇനി കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു സൂചനകളെല്ലാം തന്നെ ലഭിക്കണം. ഈ പരിസരത്തുള്ളതാണോ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പരിസരത്തുള്ള തന്നെ ഇല്ല. ഞാൻ ഇപ്പം വന്നേ ഉള്ളൂ. ഇപ്പം ഏതാ ചാനല്? ജനം ടി വി. ജനം ടി വി. ചാക്കൊക്കെ ചോദിച്ച് അടുത്ത വീടുകളിലൊക്കെ വന്നിരുന്നു എന്ന് പറയുന്നു. കടയിലേറ്റ പോയിരുന്നു. എങ്ങനെ? കടയിലേറ്റ പോയിരുന്നു. കടകളിലൊക്കെ പോയിരുന്നു. ഒന്ന് രണ്ട് വീടുകളിലൊക്കെ അല്ലേ? പലയിടത്തും ചെന്ന് ഈ ചാക്ക് മൃതദേഹം മൂടുന്നതിനടക്കം ആണ് എന്ന് കരുതുന്നു. ചാക്ക് അന്വേഷിച്ച് ചെല്ലുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അത് സംബന്ധിച്ച മൊഴികൾ ഈ ഒരു മൃതദേഹം കണ്ടെത്തിയ ഘട്ടത്തിൽ തന്നെ ഈ പരിസരത്തുള്ള ആളുകൾ പോലീസിന് നൽകിയിരുന്നു. ഇയാൾ ചാക്ക് അന്വേഷിച്ച് വന്നിരുന്നു എന്നും ഇത് സംബന്ധിച്ച് വലിയ മദ്യലഹരി ആയിരുന്നു. രാവിലെ എത്തുമ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഈ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് പോലും ജോർജ് മദ്യലഹരിയിലായിരുന്നു എന്ന കാര്യമെല്ലാം തന്നെ വ്യക്തമായി. തുടർന്നാണ് ഇയാളെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം മുന്നോട്ട് പോയത്. ഈ സ്ത്രീയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇനി പ്രധാനമായും ലഭിക്കാനുള്ളത്. എവിടെ നിന്ന് ഉള്ള ആളാണ്, എവിടെ നിന്ന് വന്നതാണ്, അവരുടെ സ്വദേശം എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകൾ കൂടി പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുകയാണ്. ഈ ജിജീഷ്, ഈ പോലീസ് ഇപ്പോൾ എന്താണ് പറയുന്നത്? സ്ഥിരീകരിച്ചു വന്നത് ശരി തന്നെ, എങ്കിലും ഇതിൻ്റെ സാധ്യതകളിലേക്ക് അവർ പോകുന്നുണ്ടാകുമല്ലോ. കൃഷ്ണ, നിലവിൽ പോലീസ് പറയുന്നത് ഈ സ്ത്രീയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി വിശദമായി തന്നെ ശേഖരിക്കണം. അവരെങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇവർ തമ്മിൽ എന്താണ് മുൻ ബന്ധമുണ്ടായിരുന്നത് എന്നതിൽ കൂടുതൽ വ്യക്തത വരികയെല്ലാം തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും ഈ അന്വേഷണത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ജോർജിൻ്റെ ചോദ്യം ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റം സമ്മതിച്ചു എങ്കിൽ കൂടി ഇത് സംബന്ധിച്ച് വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്തത്. എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഒരു സ്ഥിരീകരണം ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇയാളുടെ വിശദമായ ചോദ്യം ചെയ്യൽ പോലീസ് ആസ്ഥാനത്ത് നടക്കുകയും ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് സംഘമുള്ളത്. ജിജീഷ്, അതായത് ഈ ചാക്ക് വാങ്ങാൻ സമീപത്തെ കടകളിലേക്ക് പോവുക, അന്വേഷിക്കുക, അതിനുശേഷം ഇങ്ങനെ ഒരു മൃതദേഹം കിട്ടിയ ചാക്ക് ഉപയോഗിച്ച് അതിനുള്ളിൽ തിരികെ കയറ്റി കെട്ടി ഉപേക്ഷിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഇയാൾക്കറിയാം വളരെ പെട്ടെന്ന് താൻ പിടികൂടും എന്ന്. തീർച്ചയായും കൃഷ്ണയെ ഇയാൾക്ക് കൃത്യമായി തന്നെ അറിയാമായിരുന്നു ഇത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു സൂചനകൾ ഇത് മദ്യലഹരിയിൽ ചെയ്ത ഒരു അക്രമവും കൊലപാതകവും എന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ തന്നെ സാധാരണ നിലയിൽ ഒരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അത് മൂടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ കൊലപാതകി നടത്താറുണ്ട്. അത്തരം ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്
പ്രാഥമികമായി മനസ്സിലാകുന്നത്. ആ മൃതദേഹത്തിന് അരികിൽ തന്നെ ആയിരുന്നു ജോർജ് ഉണ്ടായിരുന്നത്. അടുത്ത് തന്നെ കിടക്കുന്ന നിലയിലായിരുന്നു. ഈ ആളുകൾ ആ ഘട്ടത്തിൽ വന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലും ഇയാൾക്ക് കൃത്യമായ മറുപടി പറയാൻ പോലും കഴിഞ്ഞില്ല. മദ്യലഹരിയിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി പോലും പറയാൻ കഴിഞ്ഞില്ല. പിന്നെ വളരെ മണിക്കൂറുകൾക്ക് ശേഷം കസ്റ്റഡിയിലെടുത്ത് ഏറെ നേരത്തിന് ശേഷം മാത്രമാണ് പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചനകൾ, വിവരങ്ങളെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഒരു ചോദ്യം ചെയ്യലിലാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ കൊലപാതകം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇയാൾ സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മദ്യലഹരിയിൽ ആണ് കൊലപാതകം നടത്തിയത് എന്ന ഒരു നിഗമനം തന്നെയാണ് ഇപ്പോഴുള്ളത്. യെസ്, കൊച്ചി കോന്തുരുത്തിയിൽ സ്ത്രീയെ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ആ വീട്ടിൻ്റെ ഉടമ ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ച വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കണ്ടെത്തൽ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ജോർജ് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഹരിതകർമ്മ സേന പ്രവർത്തകരാണ് മൃതദേഹം കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.